ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കുമാർ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. തണൽ മരം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചത്. എന്താണ് തണൽ മരം? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തണലായിട്ട് കുറേ ആൾക്കാരുണ്ടാവും ഇല്ലേ? നമ്മതിൽ വളരെ ഹാപ്പിയാണ്. പക്ഷെ ഈ തണൽ കിട്ടേണ്ട ചില സ്റ്റേജുകളുണ്ട്. അതായത് ചൈൽഡ്ഹുഡ്, ചെറുപ്പകാലത്ത് നമുക്ക് ഏറ്റവും കിട്ടേണ്ട അത്യാവശ്യ ഘടകമാണ് തന്നെയാണ് ഈ ഒരു തണൽ എന്ന് പറയുന്നത്. അതുപോലെ ഒരു തണൽ കിട്ടിയ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. വലുതായിരുന്നാലും നമുക്കൊരു തണൽ എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. പക്ഷെ വലിയതാകുമ്പോൾ നമ്മൾക്ക് അതിനെ റിക്കവർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ റിക്കവർ ചെയ്യാനൊരു ട്രൈ ചെയ്യലൊക്കെ നടക്കും. പക്ഷെ കുട്ടികളായിരിക്കുമ്പോൾ അത് നടക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തണൽ മരം പോലെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അതായത് എൻ്റെ ഓർമ്മ വെച്ച നാൾ എന്ന് തന്നെ പറയാം. എൻ്റെ ഓർമ്മ വെച്ച നാൾ എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് മുതൽ നമുക്ക് കണക്കൂട്ടാം. 3 വയസ്സ് മുതൽ ഒരു 8 വയസ്സ് വരെയുള്ള ഒരു കാലയളവിലുള്ള ഒരു തണൽ മരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു ഉമ്മ, അതായത് എൻ്റെ ഉമ്മാടെ അമ്മാവന്റെ ഭാര്യ, അമ്മായി എന്ന് പറയാം. അമ്മായിയുടെ പേരാണ് ഉമ്മയ്യ അമ്മായി എന്നാണ്. ഈ അമ്മായി കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഉമ്മ. അതിനേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു സ്വഭാവം. എന്ത് നല്ല സ്വഭാവമാണെന്നറിയോ? അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സ്വഭാവം, അവരെ എളിമ, അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കല്, അവര് ആ ഒരു സ്വന്തം മക്കളെ പോലെ കെയർ ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനൊക്കെ സ്വന്തം മകളെ പോലെ തന്നെ, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ എന്ന് പറയും പോലെ കെയർ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ വീട്ടിൽ ഉമ്മയും അപ്പയും തമ്മിലുള്ള പ്രശ്നം, അപ്പ കുറച്ച് മദ്യപാനിയായിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഉമ്മാനെ പിടിച്ച് അടിക്കുകയും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ 3 വയസ്സ് മുതൽ 8 വയസ്സുള്ള കാലയളവിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണിത്. അപ്പൊ അടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് കരയെ പോലും ഇല്ല, പേടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുള്ളൂ. ഉമ്മാനെ ആദ്യം ഭയങ്കരമായിട്ടൊക്കെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്മായിയുടെ വീട്. ഈ അമ്മായി അവിടെ നിന്നും ഓടി വരും, എടാ എൻ്റെ മോളെ വിടടാ. ഇപ്പോഴും എൻ്റെ കാതുകളിൽ ആ ശബ്ദം വളരെ ഇതിലിങ്ങനെ കേൾക്കും. കാരണം എൻ്റെ കാതുകൾ അന്ന് അമ്മായിനെ പോയി വിളിച്ച് കൊണ്ടുവരിക എന്നുള്ളതല്ല, എൻ്റെ കാതുകൾ കൂർപ്പിച്ച് അമ്മായി വരുന്നുണ്ടോ, അമ്മായി വരുന്നുണ്ടോ, ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ ഇങ്ങനെ വിറയോടുകൂടെ ഞങ്ങൾ 3 മക്കൾ അവിടെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് അമ്മായി ഓടി വരും. അമ്മായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഡാ വിടടാ എൻ്റെ മോളെ, എന്താണ്ട പഹയാ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ആ ഒരു ഡാ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു ആശ്വാസത്തിന്റെ ചെറിയ ചെറിയ നിഴലുകൾ വന്ന് വീഴാൻ തുടങ്ങും. അത് വന്ന് ഇവിടെടാ എൻ്റെ മോളെ എന്ന് പറഞ്ഞാൽ ഉപ്പ ഭയങ്കര അൻസറിനുള്ള ഒരാളും കൂടെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യും കൂടെ, മദ്യപാനിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും കൂടെ, വളരെ അൻസറിനും ഭയങ്കര സ്നേഹവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ തന്നെ വിട്ട് ആളവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ തന്നെ അവിടെ ഒരു ആശ്വാസവും. അപ്പൊ ഇങ്ങനെ നമ്മളാ പേടിച്ച് നിൽക്കുന്ന കുറെ സംഭവങ്ങളിലൊക്കെ വളരെ തണൽ മരമായിട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു പ്രായഘട്ടത്തിൽ തന്നെ ഇതേപോലെ തന്നെ തെങ്ങുമെന്ന ഒരു തേങ്ങ വീണിട്ട് എൻ്റെ ഈ ബാക്ക് വശത്തേക്ക് വന്ന് അടിച്ചു കൊള്ളുകയുണ്ടായി. ഞാൻ പെട്ടെന്ന് ആ വേദനയോട് ഭയങ്കര കരഞ്ഞു പോയി. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരാ വീടിന്റെ പൈപ്പിന്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാണ്. അപ്പൊ തന്നെ എന്നെ പിടിച്ച് കൊണ്ടുപോയി, ഓടിക്കൊണ്ടുപോയി മടിയിലിരുത്തിയിട്ട്, ഇല്ല മോനെ കുഴപ്പമില്ല, ഒരു അമ്മയേക്കാൾ അപ്പുറം, അങ്ങനെ തന്നെ പറയാം, ഒരു അമ്മ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനേക്കാൾ അപ്പുറം അത്ര അവകാശം ഇതൊക്കെ കൂടെ സ്വന്തം മോനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതമുള്ള കാര്യം. കൊണ്ടുപോയി ടൈലിട്ടായിരുന്നു, ഇതാക്കുന്നു. അപ്പോഴും അവിടെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഉമ്മ എത്തണത് ഈ സംഭവങ്ങൾ അറിയണത്. പക്ഷെ അവരെന്നെ അത് ഒക്കെ ചെയ്ത് എനിക്ക് തരേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചോറൊക്കെ വെച്ച് തന്ന് അതൊക്കെ വാരി തന്ന് ഒക്കെ തിന്ന് എന്നെ വളരെ വാത്സല്യത്തോട് കൂടെ കൊണ്ടുവിടുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ആ ഒരു കാലയളവിൽ വലിയൊരു തണൽ മരം തന്നെയായിരുന്നു ആ ഉമ്മ. അവരെക്കുറിച്ച് ഞങ്ങളെ വീട്ടിൽ എൻ്റെ ഉമ്മാവട്ടെ ഞാനാവട്ടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അതിനേക്കാൾ മനോഹരമായി സ്നേഹിക്കുന്ന ഒരാളെ എൻ്റെ ഈ ഒരു കാലയളവിൽ പോലും, എൻ്റെ വയസ്സിന്റെ കാലയളവിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അവർ അത്രയും നല്ലൊരു ഉമ്മയായിരുന്നു. അവർ മരിച്ചുപോയി. അവർക്ക് സ്വർഗത്തിൽ ദൈവം നല്ലൊരു ഇടം തന്നെ കൊടുത്തിരിക്കും. കാരണം അവർ അത്രയും നല്ലൊരു സ്ത്രീ തന്നെയായിരുന്നു. എൻ്റെ ഉമ്മാക്ക് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഗുണങ്ങളും സ്വർഗലോകത്ത് ഉണ്ടായി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.